എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യം ഭാരതം വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാരാജ്യമാണ്. ഈ സംവിധാനം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതിനെ നയിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഓരോ മുഖ്യമന്ത്രിമാരുടെ കീഴിലുള്ള മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രി ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ കേന്ദ്ര ഭരണത്തിലും ഇതേ രീതിയിൽ തന്നെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുൾപ്പെടുന്ന കേന്ദ്ര മന്ത്രിസഭയും ഉണ്ടായിരിക്കും. ഇവർക്കെല്ലാം, അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഓരോ കടമയും ഉത്തരവാദിത്വങ്ങളുമുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യം ത്തിലേക്ക് വന്നാൽ ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ പ്രാഥമികമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ആരോഗ്യ രംഗമാകട്ടെ, വിദ്യാഭ്യാസ രംഗമാകട്ടെ, നിയമപരിപാലനമാകട്ടെ, എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടമ. എന്നാൽ രാജ്യ സുരക്ഷ, പിന്നെ ധനകാര്യം, ഇതെല്ലാം സംസ്ഥാനങ്ങൾക്കൊരു പങ്കുമില്ലാത്ത കാര്യവുമാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു അപകടമുണ്ടായാലോ, ഒരു മഹാവ്യാധി പടർന്നാലോ, മറ്റു രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാലോ അതിൻ്റെ ഉത്തരവാദിത്വം, അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അതിനെ തരണം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. കേന്ദ്ര സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്തു തരും എന്ന് മാത്രം. ഇതിപ്പോൾ പറഞ്ഞു വരാൻ കാരണം, 2 ദിവസം മുമ്പ് നമ്മുടെ കോട്ടയത്തൊരു അതിദാരുണമായ സംഭവം ഉണ്ടായി. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവം വളരെയേറെ ദുഃഖകരമായ സംഭവമാണ്. അത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. ഇതിൽ നമ്മൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി, നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ജില്ലയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. മന്ത്രിമാരെല്ലാവരും ആ യോഗത്തിലുണ്ടായിരുന്നു. ജില്ലാ കളക്ടറും അവിടെയായിരുന്നു. ഈ അപകടം നടന്നതറിഞ്ഞിട്ട് അതിനെ അവിടെ നടത്തേണ്ട രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നടത്തി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ് കളക്ടർ. മുഖ്യമന്ത്രിയുടെ യോഗത്തിലാണ് അദ്ദേഹത്തിനെ ആ ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ മുഖ്യമന്ത്രി അനുവദിച്ചില്ല. പകരം ആ ജില്ലക്കാരനായ മന്ത്രി വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജുമാണ് അവിടെ എത്തിച്ചേർന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയാണ് മുഖ്യമന്ത്രി ആ കുടുംബത്തോടും കേരള ജനതയോട് ആകത്മാനം ചെയ്തത്. കാരണം ഈ ദുരന്തം, അതിനകത്തിൽ എന്തോ മരണം സംഭവിച്ചെന്നിരിക്കട്ടെ, അല്ലാതെ ഉള്ള ദുരന്തം ആണെന്നിരിക്കട്ടെ, അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുക്കേണ്ട ആളാണ് ജില്ലാ കളക്ടർ. ആ ജില്ലാ കളക്ടറെ ദുരന്ത സ്ഥലത്തേക്ക് വിടാതെ തൻ്റെ യോഗത്തിൽ പിടിച്ചു വെച്ചത് മുഖ്യമന്ത്രി കാണിച്ച ഏറ്റവും വലിയ മനുഷ്യത്വരാഹിത്യമാണ്. അദ്ദേഹത്തിന് അതില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നാത്തത്, അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ചത്. ഇവിടെ വന്ന മന്ത്രിമാരാകട്ടെ, VN വാസവനാകട്ടെ, വീണ ജോർജ് ആകട്ടെ, അവിടെ വന്ന് നിന്ന് ഈ അവശിഷ്ടം മാറ്റി, ആളുകൾ പറയുന്നുണ്ട് അതിനകത്ത് ആളുകൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോഴും ആരോഗ്യമന്ത്രി അവിടെ നിന്ന് ഞങ്ങൾ ഇത്ര കോടി രൂപ മുടക്കി ഇവിടെ പുതിയ കെട്ടിടം പണിഞ്ഞു, മുൻ സർക്കാർ അത് ചെയ്തില്ല, ഞങ്ങൾ ചെയ്തു, അത് ചെയ്തു എന്നും പറഞ്ഞ് വലിയ മേനി പറച്ചിലാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അന്നേരം ആളുകൾ പറയുന്നുണ്ട്, സംശയം പറയുന്നുണ്ട്, അവിടെ ആ അവശേഷത്തിൽ ആൾ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും അത് മാറ്റാൻ ശ്രമിക്കാതെ ഇതേ രീതിയിലുള്ള അതേപോലെ ഒരു മന്ത്രി, ഈ VN വാസവൻ ജില്ലക്കാരനായ മന്ത്രി, കുറേ കഴിഞ്ഞ് അവശിഷ്ടങ്ങൾ മാറ്റി ആ ഹതഭാഗിയായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി.
ഏറ്റവും നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ആ ജില്ലയിലുണ്ടായിട്ട് ആ മുഖ്യമന്ത്രി ആ അപകട സ്ഥലം സന്ദർശിക്കുകയോ അവിടെ കൂടിയിരുന്ന ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ആ ദുരന്ത സ്ഥലം അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. യോഗം കഴിഞ്ഞ് അദ്ദേഹത്തിന് ദുരന്ത സ്ഥലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കും വല്ല ദുരന്തം ഉണ്ടായെന്ന് അദ്ദേഹത്തിന് അറിയാം, നമുക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ദുഃഖിച്ചേനെയുമായിരുന്നു. ഇത് മറ്റൊരുവൻ്റെ കുടുംബത്തിനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ദുഃഖം ഉണ്ടാകത്തില്ല. കാരണം മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുഃഖത്തിൽ പരിതപിക്കുകയോ സഹതപിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ദുഃഖം ഇല്ല എങ്കിൽ പോലും ഈ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന ആ ഒരു ചുമതല വഹിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ആ ദുരന്ത സ്ഥലം സന്ദർശിക്കേണ്ടിയിരുന്നു. ആ വീട്ടുകാരെ കാണേണ്ടിയിരുന്നു, അവരെ ആശ്വസിപ്പിക്കേണ്ടിയിരുന്നു. അതിനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? അടുത്ത ദിവസം നേരെ അമേരിക്കയ്ക്ക് പറക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആദ്യം അമേരിക്കയ്ക്കല്ല പോയി, ദുബായിലോ അബുദാബിയിലോ എങ്ങോട്ട് പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടിട്ട്, അന്നേരം അദ്ദേഹം കുടുംബകാര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിലുപരി കുടുംബത്തിൻ്റെ കാര്യം, സ്വന്തം മോനെ കാണുക. മോനെയും കണ്ടിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ഇവിടുത്തെ ജയിപ്പിച്ചു വിട്ട ജനത്തിൻ്റെ ക്ഷേമം, അല്ലെ ആ ദുരിതം അനുഭവിക്കുന്ന, ആ മരണം കൊണ്ട് ദുഃഖിക്കുന്ന ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം പറക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കെല്ലാം അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ടിൽ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു. വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി ഉത്സവത്തോടനുബന്ധിച്ച്. ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം ദേശീയ ദുരന്തമല്ല, ഒരു ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു അപകടം ഉണ്ടായത് അറിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? ശ്രീ നരേന്ദ്രമോദി ചെയ്തത്, ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച് ദുരന്തത്തിൽ പെട്ട് ആശുപത്രിയിലായി ചികിത്സ തേടുന്ന ആ ആൾക്കാരെയും കണ്ട് സമാശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥ ഭരണാധികാരി. ഇവിടെ പിണറായി വിജയൻ്റെ കടമയായിരുന്നു ആ ദുരന്തം നേരിട്ട ആ കുടുംബത്തിനെ സന്ദർശിക്കുകയും ആ വീട്ടമ്മയുടെ ഭർത്താവിനെയും മക്കളെയും സമാശ്വസിപ്പിക്കുകയും എന്നുള്ളത്. ആ ഒരു കടമ നിർവഹിക്കാതെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയാണ് ചെയ്തത്. ആ സ്ഥാനത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വന്തം നാട്ടിലെ ജനതയോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങി ഇപ്പോൾ പ്രധാനമന്ത്രിയായ പ്രസ്ഥാനവും പിണറായി വിജയൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങി മുഖ്യമന്ത്രിയായ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ എത്തിയത് ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ്. അതിന് അദ്ദേഹത്തെ പാകപ്പെടുത്തിയെടുത്തത് RSS എന്ന ദേശീയ പ്രസ്ഥാനമാണ്. RSS എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വയം സേവകനായി വന്ന് BJP എന്ന ഒരു ദേശീയ ബോധമുള്ള പാർട്ടിയിൽ കൂടിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാൻ കഴിയുന്നത്. ഭാരതത്തെ അമ്മയായിട്ടാണ് RSSഉം BJPയും കരുതുന്നത്. പെറ്റ മാതാവിന് തുല്യമായിട്ടാണ് BJPയും RSSഉം ഭാരതത്തെ കരുതുന്നത്. ആ ഭാരതമാതാവിൻ്റെ മക്കളാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എന്നുള്ള ബോധമാണ് പ്രധാനമന്ത്രിക്കും ഓരോ BJPക്കാരനുമുള്ളത്. എന്നാൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് നമ്മൾ ചിന്തിച്ച് നോക്കുക.
ഇന്ത്യ എന്ന ആ ഒരു രാജ്യത്തെ അംഗീകരിക്കാത്ത, ഭാരതാംബ എന്ന ഒരു സങ്കല്പത്തിനെ അംഗീകരിക്കാത്ത, ചൈന ചങ്കാണ് ചൈന എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന, ചൈനയുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു പാർട്ടിയിൽ കൂടിയാണ് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതും മുഖ്യമന്ത്രിയായതും. അങ്ങനെയുള്ള ഒരാളിന് ഈ കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ ഭാരതത്തിലെ ഒരു പൗരന് ഒരു അപകടമുണ്ടായി ജീവഹാനി സംഭവിച്ചാൽ പിണറായി വിജയനോ CPMകാർക്കോ അതിലൊരു വേദന ഉണ്ടാകാൻ സ്വാഭാവികമായും തരമില്ല. കാരണം അവരഭിമാനം കൊള്ളുന്നത് ചൈന ശക്തമാകുന്നതിലും ചങ്കാണി ചൈന എന്ന് പറയുന്നതിലുമാണ്. ഭാരതത്തിൻ്റെ മക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു രീതിയിലും അഭിമാനം കൊള്ളാത്ത ഒരാൾ നമ്മുടെ നാട് ഭരിച്ചാൽ ഈ ഭാരതത്തിലെ ജനങ്ങളോടുള്ള അവരുടെ സമീപനം ഇതായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഭാരതത്തിലെ ഒരു പൗരനോട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കോ അല്ലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ സ്നേഹം തോന്നാൻ ഒരു വഴിയും ഇല്ല എന്നുള്ളത് ഇങ്ങനെ അവർ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ജനങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു തെറ്റ് പറ്റി ഭാവിയിലെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഈ രാജ്യത്തിൻ്റെ മക്കളായ വോട്ടർമാരെ അല്ലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാളും വേണം മുഖ്യമന്ത്രിയാകാൻ എന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ നമുക്ക് വേണ്ടത് ചൈനയുടെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന, ചൈന ചങ്കാണ് ചൈന എന്ന് പറഞ്ഞ് ആ ചൈനയുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന, ഈ രാജ്യത്തിനെ വെറുക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു നേതാവും നമ്മുടെ കേരളം ഭരിക്കേണ്ടതില്ല എന്ന് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ശക്തമായി തീരുമാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.